ഈ പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് കുറേ കാലം പരാതി പറഞ്ഞ് നടന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഈയിടെയായിട്ട് പുസ്തകങ്ങളിൽ തന്നെ ജീവിച്ചു പോകാറുണ്ട്. അതുപോലെ തന്നെ വായന ഇഷ്ടപ്പെടുന്ന കുറേയധികം കൂട്ടുകാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ഞാനും പാച്ചിച്ചിയും വായിച്ച് വളരണമെന്ന് അമ്മയ്ക്ക് ഒരുപാട് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടോട്ടോച്ചാനും മിക്കി മൗസിൻ്റെ കഥകളും ബാലരമയും ഒക്കെ പണ്ട് ഈ ഷെൽഫിൽ സ്ഥാനം പിടിച്ചവരാണ്. ഇങ്ങനെ അടുക്കി പെറുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബുക്കിൻ്റെ പേജുകൾക്കിടയിൽ നിന്ന് എനിക്കെൻ്റെ പഴയൊരു ഫോട്ടോയും കിട്ടി. പിന്നെ പണ്ട് ചെറിയ പ്രായത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിക്ഷണറി എടുത്ത് എൻ്റെ തലക്കടിച്ച് പാച്ചിച്ച് ബോധം കെടുത്തിയ പിന്നെ എനിക്ക് ഡിക്ഷണറികളോട് തീരെ താല്പര്യമില്ല. മരിച്ചുപോയ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഫോട്ടോയൊക്കെ ഈ ഷെൽഫിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഹായ് ബോബിനും മോളി, ഇത് ഞാൻ പണ്ട് ട്രെയിനിൽ പോയപ്പോൾ വായിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതും അമ്മ തന്നെയായിരിക്കും സൂക്ഷിച്ചു വെച്ചത്. പിന്നെ ഈ കാലത്ത് കാണാൻ കിട്ടാത്ത പഴയ ന്യൂ ഇയർ കാർഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഷെൽഫിൽ നിന്ന്. പക്ഷേ ഏറ്റവും സ്പെഷ്യലായിട്ട് കിട്ടിയത് പാച്ചിച്ചിയുടെ പഴയ സ്റ്റാമ്പ് കളക്ഷനാണ്. ആൻഡ് ഫൈനലി ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഷെൽഫിൻ്റെ വൃത്തിയാക്കൽ അങ്ങനെ കഴിഞ്ഞു. കാണുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഇത് വൃത്തിയാക്കാൻ, നല്ല പാടുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നിറയെ പുസ്തകങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഷെൽഫ് കാണുമ്പോൾ തന്നെ എന്തോ സന്തോഷം. പിന്നെയുള്ള ടാസ്ക് ഇത് മുഴുവൻ വായിച്ച് തീർക്കുക എന്നുള്ളതാണ്.